യെസ്, ഞങ്ങൾ എടുക്കാൻ പോകുന്നല്ലേ. ഞങ്ങൾ നല്ല സന്തോഷമുള്ള ഒരു പരിപാടിക്കാൻ പോകുന്നുണ്ട്. അതെന്താണ് നിങ്ങൾക്കും കാണണ്ടേ? ഭിന്നശേഷി കുട്ടികളുടെ കലാപരിപാടി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ. കുട്ടികളെ എല്ലാം മറന്ന് ആടിപ്പാടി രസിക്കുന്ന ഒരു ദിവസമാണെന്ന്. അപ്പം നമുക്ക് ഓരോ കളി കണ്ടിട്ട് വരല്ലേ. അവരെല്ലാ സന്തോഷത്തിലും നമുക്കും പങ്കുചേരാം കേട്ടോ. അവരെല്ലാ വിഷമങ്ങളും മറന്നിട്ട് അവർ ആഘോഷിക്കട്ടെ. എൻ്റെ അനിയത്തിൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരു കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും വരുന്നുണ്ട് കളി കാണാൻ. നീയും വാ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചപ്പോൾ എനിക്കും തന്നെ ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് സമയം നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കെന്തോ മനസ്സിന് വല്ലാത്തൊരു എന്താ പറയുക, കണ്ണീരും മനസ്സും ഒരുപോലെ നിറഞ്ഞൊരു സമയമാണ് കേട്ടോ. നമ്മൾ വിട്ടുകൂടിയിരിക്കുന്നത് ഭിന്നശേഷി കലോത്സവത്തിലാണ്. ഈ അവസരത്തിൽ ഞാൻ 2 ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, ലോക ഭിന്നശേഷി ദിനം എന്നാണ് നിലവിൽ വരുന്നത്? ഒന്ന് പറയാമോ? ലോക ഭിന്നശേഷി ദിനം എന്നാണ് നിലവിൽ വരുന്നത്? ഒന്ന് പറയാമോ? ഒരു രക്ഷിതാവ്. ലോക ഭിന്നശേഷി ദിനം നിലവിൽ വന്ന വർഷം, ലോക ഭിന്നശേഷി ദിനം നിലവിൽ വന്ന വർഷം എത്രയാണ്? ലോക ഭിന്നശേഷി ദിനം നിലവിൽ വന്നത് എന്നാണ് എന്നാണ് ചോദിക്കുന്നത്. വർഷം, നിലവിൽ വന്ന വർഷം പറയാം, പറഞ്ഞോളൂ. 1992 ഐക്യരാഷ്ട്രസഭ ലോക ഭിന്നശേഷി ദിനം ഡിസംബർ 3 ആഘോഷിക്കുക എന്നുള്ളത് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോ നമ്മളിന്ന് ഒരുപാട് കലാപരിപാടികൾ ഇവിടെ അവതരിപ്പിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് കഴിവുണ്ടെന്നും ആ കഴിവിനെ പുറം ലോകത്തെ അറിയിക്കണമെന്നും മറ്റുള്ളവർ കുട്ടികളെക്കാളും നമ്മുടെ കുട്ടികൾ കഴിവുള്ളവർ ആണെന്നും ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഒരിക്കലും നാളേക്ക് മനുഷ്യർക്കുള്ളിൽ ഒതുങ്ങിയിരിക്കേണ്ട കൂട്ടരല്ല ഭിന്നശേഷിക്കാരെന്നത്. പുറം ലോകത്ത് മറ്റുള്ളവരെ പോലെ പാരപ്പറഞ്ഞ് നടന്ന് തൻ്റെ കഴിവുകൾ തെളിച്ചുകൊണ്ട് ഈ ലോകത്തോട് പൊരുതി ചെയ്യും. മറ്റുള്ളവരുടെ പൊരുതി ജയിക്കാനും ഒരുപാട് ലക്ഷ്യങ്ങൾ നേടാനും ഭിന്നശേഷിക്കാർക്ക് അവകാശമുണ്ട്. അതിനാണ് ലോക ഭിന്നശേഷി ദിനം ഈ ലോകത്തെ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളിവിടെ ഇന്നത്തെ പരിപാടി അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഓരോ കയ്യടിയും നമ്മുടെ പ്രോത്സാഹനമായിട്ട് കൊടുക്കണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ കയ്യടിയാണ് അവരുടെ വിജയത്തിൻ്റെ ഓരോ ഘട്ടത്തിലേക്കുള്ള ഉയർച്ച എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികൾ റഹീനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാണ്? നല്ലൊരു കയ്യടി കൊടുക്കുക. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഇവരുടെ എല്ലാ കാര്യങ്ങൾക്കും അവരുടെ ഉമ്മാന്റെ അതേപോലെ തന്നെ കൂടെ നിന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾക്കെല്ലാം 100% സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ ടീച്ചർമാരാണ്. നല്ലൊരു കയ്യടി കൊടുക്കണം. കാരണം അത്രയും ക്ഷമിച്ചുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ടീച്ചർമാരുടെ വഴിയാണ് അവർ ലോകം കാണാൻ തുടങ്ങിയത്. അപ്പൊ ഒരു ടീച്ചർ എന്ന് പറയുന്നത് കുട്ടികളെ പറക്കാൻ പഠിപ്പിക്കുന്ന, അതല്ലെങ്കിൽ പറക്കാൻ വേണ്ടിയിട്ട് ചിറക് മുളപ്പിച്ചു കൊടുക്കുന്നവരാണ് അധ്യാപകര്. അപ്പൊ എന്തായാലും നമുക്ക് ആ അധ്യാപകർക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. റഹീനക്ക് ഈ ഒരു ലോകം കാണിച്ചു കൊടുത്തത് അവരുടെ അധ്യാപകരാണെന്ന് പറയുന്നത്. വളരെ സന്തോഷമാണ്.
ആദ്യമായിട്ട് ബഡ്സ് സ്കൂളിലേക്ക് കൊണ്ടുപോയത് ആസിയ മെമ്പറാണെന്ന് പറയുന്നു. ആസിയ മെമ്പറോടുള്ള നന്ദിയും കടപ്പാടും റീന അറിയിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഫൗസാന്റെ ഒരു പട്ടാള വേഷം നല്ലൊരു കയ്യോട് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കാം. ഫൗസാൻ നല്ലൊരു സെല്യൂട്ട് കൊടുക്കുക, എല്ലാവർക്കും നല്ലൊരു സെല്യൂട്ട് കൊടുക്കുക. ഓക്കെ, താങ്ക് യു. പണിതിൻ്റെ മണിയായി